പലസ്തീനിലെ ഗാസയിൽ ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം 2 വർഷത്തിലേക്ക് എത്തുകയാണ്. ഹമാസിന്റെ ചോരക്കൊതിയുടെ ഇരകളായി ഗാസയിൽ മരിച്ചു വീണത് 10,000-കണക്കിന് പലസ്തീൻ സിവിലിയന്മാരാണ് എങ്കിൽ 100-കണക്കിന് ആൾനാശം ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രായേൽ മുന്നോട്ട് വെച്ച ബന്ദിമോചന ധാരണകൾക്കൊന്നും ഹമാസ് ഭീകരന്മാർ വഴിപ്പെടാതിരുന്നതുകൊണ്ട് ഗാസ മുനമ്പിൽ ഇപ്പോഴും വെടിയൊച്ചകളും ആർത്തനാദങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമായി വർദ്ധിച്ച ഭീകര ശക്തികളെ ഭൂപരപ്പിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ട് യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് ഇസ്രായേലിന്റെ തീരുമാനം. ആഗോള ഇസ്ലാമിക ഭീകരതയോട് ഒരു മൃദു സമീപനം സൂക്ഷിക്കുന്ന രാജ്യങ്ങളെല്ലാം ഇസ്രായേലിൻ്റെത് അധിനിവേശവും വംശഹത്യയുമാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നുവെങ്കിലും ഒന്നും കൂസാതെ മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ തങ്ങൾ ദൃഢനിശ്ചയം ചെയ്തത് എന്താണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം നടന്ന UN-ലും ബന്ദികളെ മോചിപ്പിക്കുകയും ഹമാസ് ആയുധം താഴെ വയ്ക്കുകയും ചെയ്താലല്ലാതെ യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഊന്നി പറയുകയും ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്ന ന്യായത്തിന് നിരക്കാത്ത വിധത്തിൽ സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയവും പേറി നടക്കുന്ന രാജ്യങ്ങളെ കണക്കറ്റ് പ്രഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള 21 ഇന നിർദ്ദേശങ്ങളുമായി രംഗത്ത് വരികയും അത് അറബ് രാജ്യങ്ങൾക്ക് കൈമാറിക്കൊണ്ട് വിഷയത്തിൽ പുതിയ വഴിത്തിരിവുകൾക്ക് വഴി തുറന്നിരിക്കുകയുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈറ്റ് ഹൗസിൽ നെതന്യാഹുവും ട്രംപുമായി നടക്കുന്ന ചർച്ച ഏറെ നിർണായകം തന്നെയായിരിക്കും. ട്രംപ് അധികാരമേറ്റതിന് ശേഷം 4ാം തവണയാണ് നെതന്യാഹുവുമായി വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തുന്നത്. ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുന്ന കാലത്ത് തന്നെ രൂപപ്പെട്ടതും അന്നത്തേതിൽ നിന്ന് വിരുദ്ധമായി ഇപ്പോൾ ഇസ്രായേൽ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതുമായ ദ്വിരാഷ്ട്രവാദത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഫോർമുല തന്നെയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ തങ്ങളുടെ വിയോജിപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും ഇസ്രായേലിന്റെ എതിർപ്പ് ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്ന ട്രംപ് പ്രതീക്ഷിക്കുന്നത് അവരെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. മുമ്പ് എന്നതുപോലെ ഇപ്പോഴും ഇസ്രായേൽ ഊന്നി പറയുന്നത് ബന്ദികളുടെ പൂർണ്ണമായ മോചനവും ഹമാസിന്റെ നിരായുധീകരണവുമായാൽ ആ 2 കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശവും ഇസ്രായേൽ അംഗീകരിച്ചേക്കില്ല എന്നുള്ളത് തന്നെയാണ്. ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയത്തിൽ ഇസ്രായേൽ ആദ്യം മുതൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പോലെ ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുക എന്നതും ബന്ദികളെ മുഴുവനും വിട്ടയക്കുക എന്നതും ഗാസയിലെ ഭീകരവാദികളെ തുടച്ചു നീക്കി അവിടെ സുരക്ഷ ഉറപ്പാക്കി ഗാസയിലെ ജനങ്ങൾക്ക് തീവ്രവാദികളുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. തീവ്രവാദ വിമുക്തമായ ഗാസയുടെ പുനർനിർമ്മാണം, യുദ്ധം അവസാനിപ്പിക്കൽ, IDFന്റെ ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം, 48 മണിക്കൂറിനുള്ളിൽ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുക, പലസ്തീൻ തടവുകാരുടെ മോചനം, ഹമാസ് ഭീകരർക്ക് പൊതുമാപ്പ്, സ്ട്രിപ്പ് വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുരക്ഷിതമായ പാത, അന്താരാഷ്ട്ര സംഘടനകളിലൂടെ ഗാസയിലേക്കുള്ള സഹായ വിതരണം, പലസ്തീനികളുടെ ഇടക്കാല സർക്കാർ, പ്രത്യേക സാമ്പത്തിക മേഖല, ഹമാസിന് അധികാരമില്ലാത്ത ഗാസ, പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നിങ്ങനെ വിപുലമായ പ്ലാനാണ് ട്രംപിന് ഗാസയെ കുറിച്ചുള്ളത്. മുമ്പത്തെ തീരുമാനത്തിൽ നിന്ന് വിരുദ്ധമായി ഗാസയിലെ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാതെയുള്ള ഒരു നീക്കത്തിനാണ് ഇക്കുറി ട്രംപ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പലസ്തീനിലെ സാധാരണക്കാർക്ക് അത്യാവശ്യം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സമാധാന ജന്യമായ നിർദ്ദേശങ്ങളെ ഒന്നും എതിർത്തേക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്ന ഒരു നീക്കത്തെയും ഇസ്രായേൽ അംഗീകരിക്കില്ല എന്ന കാര്യം ഉറപ്പായതിനാലും ആ കാര്യങ്ങൾ ഒരു ആശങ്കകൾക്കും ഇടമില്ലാത്ത വിധത്തിൽ UN-ലും നെതന്യാഹു പ്രഖ്യാപിച്ചതിനാലും ആയതിൽ എന്ത് സൊല്യൂഷൻ ആയിരിക്കും ട്രംപ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഇന്ന് അമേരിക്കയിൽ ട്രംപുമായി നെതന്യാഹു നടത്തുന്ന ചർച്ചയിൽ ഈ കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെട്ടേക്കാം എന്നതുകൊണ്ട് അതീവ വാർത്താ പ്രാധാന്യമുള്ള ഉച്ചകോടി തന്നെയായിരിക്കും അത് എന്നുള്ളതാണ് വ്യക്തമായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മറുവശത്ത് ഹമാസിനെ ഇല്ലാതാക്കുക, പലസ്തീന്റെ ഭരണകാര്യങ്ങളിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള ട്രംപിന്റെ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കുമോ എന്ന കാര്യവും ഇപ്പോൾ ഗൗരവമേറിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ്. ഹമാസ് മാത്രമല്ല, ഹമാസിനെ മുന്നിൽ നിർത്തി ഇസ്ലാമിക അജണ്ടകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിലേക്കെല്ലാം അധിനിവേശം നടത്തുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമും അവരുടെ വലിയ പുള്ളിയും ഹമാസിന്റെ സ്പോൺസറുമായ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണമായിരിക്കും നടത്തുക എന്ന കാര്യവും ഇപ്പോൾ ലോകം ജാഗ്രതയോടെ ഉറ്റു നോക്കുകയാണ്. എന്നാണെങ്കിലും ഇപ്പോൾ നെതന്യാഹുവും ട്രംപും തമ്മിൽ നടത്തുന്ന ആ ഒരു ചർച്ചയിലേക്കാണ് ലോകത്തിന്റെ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.